ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എണീക്കാൻ നല്ല മടിയുണ്ടായിരുന്നു. കാരണം ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോഴത്തേക്ക് നല്ല ലേറ്റായി. എന്താണെന്നറിയില്ല. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പണ്ടൊക്കെ ഏത് സ്ഥലത്തും ഉറങ്ങുന്ന ആളായിരുന്നു ഞാനിപ്പം. ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ട് കുറച്ച് തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിക്കുന്നുള്ളൂ. കാരണം രാവിലെ എണീറ്റ് ജിമ്മിൽ നോർമലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പാണ് ഞാൻ ജിമ്മിൽ പോകുന്നത്. പക്ഷെ ഇന്ന് എനിക്കതിനുള്ള ഒരു ആരോഗ്യമില്ല. ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് പരിപാടികളുണ്ട്, ഒരുപാട്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, സിനിമ കാണാൻ പോകുന്നുണ്ട്. ഇന്നെൻ്റെ ഫേവറേറ്റ് ഫിലിം റിലീസ് ചെയ്യാണ്, മുവാന. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആർക്കെങ്കിലും ഇഷ്ടമാണ്. ഞാൻ കുറേ നാളായിട്ട് എനിക്കിപ്പോഴും ഞാൻ വലുതായാലും എനിക്ക് കാർട്ടൂൺ ഫിലിംസ് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഏറ്റവും ഫേവറേറ്റ് ഫിലിമാണ് മുവാന. സോ ഐ എം റിയലി എക്സൈറ്റഡ്. അതിൻ്റെ സന്തോഷമുണ്ട് എനിക്ക് രാവിലെ ഉറക്കം കിട്ടിയില്ലെങ്കിലും. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ജിമ്മിൽ പോകാം. എനിക്കറിയാം അതത്ര നല്ലതല്ല കേട്ടോ, അങ്ങനെ ചെയ്യരുത്. അത് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് വർക്കൗട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത്, അതൊക്കെ കുട്ടികളാവരുത്. ഞാൻ ഇന്ന് എനിക്ക് സമയം അതിക്രമിച്ചത് കൊണ്ടും എനിക്ക് നല്ല വിശക്കുന്നത് കൊണ്ടും നല്ല മൈഗ്രെയിൻ ഉള്ളത് കൊണ്ടും മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നോർമലി രാവിലെ ആയിട്ട് നേരെ വർക്കൗട്ടിന് പോകാറുണ്ട്. അപ്പോൾ ആദ്യം റെഡി ആയിട്ട് നമുക്ക് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എനിക്ക് അവിടെ കുറച്ച് നേരം അമ്മമ്മയുടെ വീട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് ജിമ്മിൽ പോകും. പിന്നെ ഞാൻ ഉറക്കം എണീക്കാൻ ലേറ്റ് ആയതുപോലെ തന്നെ പുള്ളി ഉറക്കം എണീക്കാൻ ലേറ്റ് ആയിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ രാവിലെ എനിക്ക് ഒരുമിച്ചാണ് ജിമ്മിൽ പോകുന്നത്. പിന്നെ ആ പരിപാടിയില്ല, കാരണം 9:30 ശേഷം 9:30-10 മണിക്ക് ശേഷം ലേഡീസ് ടൈമാണ്. അപ്പോൾ എന്തായാലും അവനിനി വരാൻ പറ്റത്തില്ല. നമുക്ക് പോവാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് നാളിന് ശേഷം ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു പോകുന്നതാണ്. തിരിച്ചു പോയി തുടങ്ങിയിട്ട് ഒരു 1 month പോലും ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അടുത്ത ഇഞ്ചുറി അടുത്ത കാലത്തൊന്നും വരാതിരിക്കാനായിട്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അധികം വെയിറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആൻഡ് പ്രത്യേകിച്ച് ജോയിൻസിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള എക്സസൈസുകളാണ് ഞാൻ ഇപ്പോൾ കറൻ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനറ്റ്ലി സ്ട്രെച്ചിങ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് സ്ട്രെച്ച് ചെയ്യുന്നത് നമുക്ക് വർക്കൗട്ടിന് മുമ്പും ശേഷവും രണ്ടും ഞാൻ കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. മേ ബി അതുകൊണ്ടാണോ കഴിഞ്ഞ തവണ ഇഞ്ചുറി വന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കറക്റ്റായിട്ട് ഇത്തവണ സ്ട്രെച്ചിങ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അധികം ട്രെഡ്മില്ലിൽ നടക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല. കാരണം ഐ പ്രിഫർ മോർ വാക്കിംഗ് ഓൺ റിയൽ റോഡ്സിലും അല്ലെങ്കിൽ ഗ്രൗണ്ട്സിലും ഒക്കെ പോകാനാണ് എനിക്ക് പൊതുവേ ഇഷ്ടം. എന്നാലും വല്ലപ്പോഴും ഒക്കെ സമയം കിട്ടുമ്പോൾ കുറച്ച് നേരം ഞാൻ ട്രെഡ്മില്ലിൽ നടക്കാറുണ്ട്. നോർമലി മൺഡേയ്സിൽ ഞാൻ ബൈസും ട്രൈസും ആൻഡ് ഷോൾഡേഴ്സാണ് ചെയ്യാറ്. കാരണം എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആയിരിക്കണം, എനിക്കൊരു മടുപ്പ് വരരുത്. ലൈക്ക് എനിക്ക് അറിയാമല്ലോ, തിങ്കളാഴ്ച ആകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് വരണം. ആ ഒരു ഫ്ലോ കിട്ടാനായിട്ട് ആദ്യം ഏറ്റവും കുറച്ചുള്ളതാണ് ചെയ്യാറ്. സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പോഴാണ് ലെഗിലോട്ടൊക്കെ കിടക്കാറ്. ആൻഡ് ഇത് കഴിഞ്ഞ ഉടനെ എന്ത് വർക്കൗട്ട് ചെയ്താലും അവസാനം സ്ട്രെച്ച് ചെയ്യാറുണ്ട്. ലൈക്ക് ഐ വോണ്ട് മൈ ബോഡി ടു ഫീൽ ലൈക്ക് ഐ ഹാഡ് എ വാം ബാത്ത്. അതാണ് എൻ്റെ ഓരോ വർക്കൗട്ട് സെഷനും കഴിഞ്ഞിട്ട് എനിക്ക് തോന്നേണ്ട കാര്യം. അതാണ് എൻ്റെ ബോഡി വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. അതാണ് ഐ നീഡ് ഫ്രം എ വർക്കൗട്ട് റൊട്ടീൻ. ആൻഡ് കറൻ്റ്ലി ഇതൊരു പുതിയ റൊട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. ഐ ഹോപ്പ് ദാറ്റ് വർക്ക്സ്. കാരണം ഇത്രയും കാലം ചെയ്തതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. എല്ലാ വർക്കൗട്ടിന് ശേഷം ഞാനൊരു ജസ്റ്റ് 5 minutes മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ വളരെ റിസർവ്ഡ് ആയിട്ട് ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്ന് ചെയ്യുന്നതാണ്. അതുകൂടി ചെയ്ത് കഴിയുമ്പോൾ ഐ ഫീൽ സോ റിലാക്സ്ഡ്. ലൈക്ക് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ മൈൻഡ്ഫുൾനെസ്സും ഉണ്ടാകുന്നത് എനിക്ക് ആ ലാസ്റ്റ് മെഡിറ്റേഷൻ ആൻഡ് സ്ട്രെച്ചിങ് കഴിയുമ്പോഴാണ്. ആൻഡ് ദിസ് ഇസ് എ പാർട്ട് ഓഫ് മൈ വർക്കൗട്ട് റൂട്ടീൻ ലുക്സ് ലൈക്ക്. എന്റെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞു. എന്റെ വർക്കൗട്ട് എല്ലാം രാവിലെ തന്നെ കഴിഞ്ഞു. പുള്ളി വീട്ടിൽ ഇരുന്ന് ചെയ്തു. എനിക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്താൽ ഞാൻ ചെയ്യില്ല. ഞാൻ പിലാട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പിന്നെ പിലാട്ടി ചെയ്യണ്ട, ഇത് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെ വന്നതാ. സാധാരണ ലേറ്റ് ആയാലും നമ്മൾ വരാറുണ്ടല്ലേ? കുറച്ച് ലേറ്റ് ആയി. ഭയങ്കര വിശപ്പായിരുന്നു. ഭയങ്കര വിശപ്പായിരുന്നു. അത് ഇന്നലെ രാത്രി എന്തൊക്കെയോ ചർച്ച ചെയ്ത് ഉറങ്ങി വന്നപ്പോ ആധികാരികമായി എന്ത് ചർച്ച ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല. സ്റ്റോറിക്ക് ഏത് പാട്ടിടണമെന്ന് ആലോചിച്ച് അവസാനം ഉറങ്ങിയപ്പോ ഒരു നേരായി. അപ്പൊ ഇന്ന് ചെന്ന് ഇനിയിപ്പം കുറെ പരിപാടികളുണ്ട്. ലഞ്ചെല്ലാം കഴിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. കാരണം 3:30 ഷോയാ. പക്ഷെ അതിനു മുമ്പ് ഞങ്ങക്ക് ത്രെഡ് ചെയ്യാനും സലൂണിലും ഒക്കെ പോകാനുണ്ട്. നോർമലി നമ്മൾ പണ്ട് എപ്പോഴും ഇതിന് പോകുമ്പോ ഫിലിമിന് പോകുമ്പോ ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം നേരത്തെ ഇറങ്ങുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ഇപ്പൊ കഴിച്ച് ഇപ്പൊ വീട്ടിൽ നിന്ന് കഴിച്ചാൽ മതിയെന്ന് തോന്നുന്നു അല്ലേ? ആ കൂടെ ഞങ്ങൾക്ക് 1-2 റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഇഷ്ടമുള്ളൂ. അവിടെ നിന്നാണ് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. ഫ്ലെയിം ആൻഡ് ഗോയിലായിരുന്നു കുറെ വട്ടം. ഞങ്ങള് വീഡിയോ ഇട്ടേലും സ്റ്റോറി ഇട്ടേനെ കാട്ടിലും എത്രയോ വട്ടം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇപ്പം അതങ്ങ് മടുത്തു. കഴിച്ച് വൈകിട്ട് ഇന്ന് തട്ടുകടയിൽ നിന്ന് കഴിക്കണം എന്നുണ്ട്. അത് ഞങ്ങൾക്കൊരു വൈബാണ്. അത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു തട്ടുകട. പണ്ട് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ജിമ്മിൽ ജിമ്മിൽ വരുന്ന സമയത്ത് കഴിച്ചിട്ട് വീട്ടിൽ പോകും വർക്കൗട്ട് ചെയ്യാതെ.
ആദ്യത്തെ സമയത്ത് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. അപ്പൊ ഞാൻ വന്ന് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ആദ്യം ഇവിടെ വരും. ഞാൻ പറയും എനിക്ക് വിശക്കുന്നു, നമുക്കൊന്ന് പൊറോട്ടയും ചിക്കൻ. അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ലിറ്ററലി ഞങ്ങൾ അങ്ങനെ പൊറോട്ട കഴിക്കുന്ന ആൾക്കാരല്ലായിരുന്നു. പക്ഷെ ഇവിടുത്തെ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞങ്ങൾ തീരുമാനം എടുത്തു. അങ്ങനെ ആ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ മെലിഞ്ഞത്. അത് വേറെ കാര്യം. പുള്ളി അടുത്ത് തന്നെ ജിമ്മിന്റെ അടുത്ത് തന്നെ തട്ടുകട തുടങ്ങിയിട്ട് നല്ല കച്ചവടമായിരുന്നു. നമ്മളെ തന്നെ സ്ഥിരം കസ്റ്റമേഴ്സ്, നമ്മളെല്ലാവരും പരിചയമായി ഇപ്പൊ അവിടെ നിന്ന് കഴിച്ച് പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല. എല്ലാ ആൾക്കാരും അവർ കംഫർട്ടബിൾ ആയിട്ട് തട്ടുകടയിൽ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. നല്ല ഫുഡുമാണ്. ഇടയ്ക്ക് പോയിരുന്ന വൈബിന് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങൾക്ക് ഇവിടെ ആക്ച്വലി ഇതിന്റെ തൊട്ട് ബാക്കിൽ പുതിയൊരു കള്ള് ഷാപ്പ് തുടങ്ങി. ആരുടെ മറ്റേ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ഷാപ്പിലെ കറി എന്ന് പറയുന്ന ആ ആൾക്കാരൊക്കെ പോകുന്നു. ഷാപ്പിലെ കറി എന്ന് പറയുന്ന ആ പ്രോഗ്രാം ചെയ്തോണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. അമ്മ വീട്ടിൽ ഞാൻ പോയി കഴിച്ചിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു. അത് തുടങ്ങിയ സമയത്ത് ഞാൻ ഇടയ്ക്ക് പോയിട്ട് വൃത്തിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഓടിച്ചോളാം. എനിക്ക് എന്റെ പേര് ഹണിബി. അപ്പൊ എന്താ ഹണിബി വേറെയാണ്. എന്തായാലും ഒരു ജീവി എനിക്ക് പേടിയാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ പോണമെന്നുണ്ട് ഒരു ദിവസം. എന്തെങ്കിലും കള്ളു കുടിക്കില്ല, അത് ഞങ്ങൾക്കൊരു ഇതാണ്. എന്താ ഒരു പേടിയാണ്. കാരണം കേട്ടിട്ട് അതെ, ഞങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വയറിന് പിടിക്കാതെ അല്ലെങ്കിൽ എന്തോ എനിക്ക് പേടിയാണ് കള്ളു കുടിക്കാനായിട്ട്. അതുകൊണ്ട് അത് വേണ്ട. ഞാൻ മറ്റേ കുടിക്കാതെ തന്നെ ഫിറ്റ് ആവുന്ന ടൈപ്പ് ഓഫ് ആളാണ്. സ്റ്റെയറിന്റെ മണ്ടേന്ന് താഴെ വീഴുക, ഈ പരിപാടികളൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ കുടിക്കത്തില്ല. കാരണം ചിലപ്പോൾ നമുക്ക് ശരിയാവില്ല ബോഡിക്ക്. എനിക്ക് മിക്കത് ശരിയാവില്ല. എനിക്ക് ചില സമയത്ത് ഞാൻ ലാക്ടോസ് ഇൻടോളറന്റ് ആണ്. അങ്ങനെ പാല് പോലും കുടിക്കാൻ പറ്റത്തില്ല. അപ്പൊ വെറുതെ റിസ്ക് എടുക്കണ്ട. എനിക്ക് അവിടെ പോയി ഫുഡ് കഴിക്കണം എന്നുണ്ടായിരുന്നു. ഒരു ദിവസം നമുക്ക് പോവാം അവിടെ. എന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാം. മുടിയെല്ലാം വർക്കൗട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും റിലേറ്റബിൾ ആണോന്ന് പറയാം കേട്ടോ. കാരണം മുടി ഇങ്ങനെ, ഞങ്ങളുടെ മുടി ഉണ്ടല്ലോ, ലേഡീസിന്റെ മുടി ഇങ്ങനെ വലിച്ച് കെട്ടി വെച്ച്, ഇല്ലെങ്കിൽ മുഖത്തൂടെ വീഴും. അപ്പൊ വലിച്ച് കെട്ടി വെക്കുമ്പോൾ എനിക്കിവിടെ മുഴുവൻ പെയിനാ. പണ്ട് ഞാൻ പോണിറ്റെയിൽ കെട്ടാൻ, ഇപ്പൊ പോണിറ്റെയിൽ കെട്ടാനേ പറ്റത്തില്ല. കാരണം ഒടുക്കത്തെ എന്താ ഇങ്ങനെ വലിഞ്ഞു മുറുകല്ലേ. അപ്പൊ ഇപ്പൊ ഞാൻ ക്ലിപ്പാ വെക്കുന്നത്. എന്നിട്ടും എനിക്ക് ഇവിടെ ഒരു പെയിൻ ഉണ്ട്. മനസ്സിലായോ? ആർക്കെങ്കിലും ഉണ്ടോ? സ്വാഭാവികല്ലേ. എന്തായാലും ഇപ്പൊ നേരത്തെ പോയാൽ നേരത്തെ വന്ന് നേരത്തെ കിടന്നുറങ്ങാം. ഓക്കെ, അപ്പം ടാറ്റാ ബൈ ബൈ. നമ്മുടെ എല്ലാ ജോലിയിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ സ്ട്രീറ്റ് വണ്ടി ഓടിച്ചു പോകുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് എന്ത് പറ്റി? ഇന്ന് ഞാൻ അവസാനം നീ ലേറ്റായതുകൊണ്ട് നമുക്ക് ത്രെഡ് ചെയ്യാൻ പോകാൻ പറ്റിയില്ല. ആക്ച്വലി ഞാൻ സാധാരണ ലേറ്റ് ആവുന്ന ഒരാളല്ല. ഞാൻ ഫിലിമിന് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. അതല്ല, അത് ഞങ്ങൾ ഒരുമിച്ച് ലേറ്റ് ആവുന്നതാണ്. അതൊരു എന്റെ കുറ്റം കൊണ്ടല്ല. അപ്പൊ ഇന്ന് ഞാൻ പതിവില്ലാതെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി വന്നപ്പോഴത്തേക്കും ഭയങ്കര ലേറ്റ് ആയി പോയി. അങ്ങനെ ത്രെഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിക്കായിരുന്നു പോകണം, കറക്റ്റ് ആയിട്ട് ഇറങ്ങാം. പക്ഷെ ഇന്ന് പറ്റിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് കോസ്മോസിലും കയറിയിട്ട് ത്രെഡ് ചെയ്യാന്ന് വിചാരിച്ചു. കോസ്മോസിൽ ഇന്ന് ആക്ച്വലി ഒരു സെയിൽ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. എന്തിന്റെയാ? ബ്ലാക്ക് ഫ്രൈഡേ അല്ലേ? ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ എല്ലാരും പറയുന്നുണ്ടായിരുന്നു. കോസ്മോസ് ഇവിടെ നമ്മളെ തൊട്ടടുത്താ. അപ്പൊ എനിക്കറിയില്ല എത്രത്തോളം സെയിൽ ഉണ്ട്, അത് കറക്റ്റ് ആണോ, നമുക്ക് തിരക്കുണ്ടാവോ ഒന്നും അറിയില്ല. ഞാൻ വേറെ എന്ത് സെയിൽ വന്നാലും നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം നമ്മൾ ആക്ച്വലി നമുക്കൊരു പിന്നെ വാങ്ങാൻ പറ്റും, പിന്നെ എപ്പോഴെങ്കിലും വില കുറയും. പക്ഷെ നിങ്ങൾ സ്പോർട്സ് വെയർ സെയിൽ വന്നാ വാങ്ങാൻ പക്ഷെ കാരണം എന്താണെന്നറിയാം, സ്പോർട്സ് വെയറിനാണ് ഏറ്റവും ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം സ്പോർട്സ് വെയർ ആണ് അല്ലേ. എനിക്ക് ടീഷർട്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും, എനിക്കൊരു പ്രതീക്ഷയില്ല. എനിക്ക് ഓവർ സൈസ് ഇഷ്ടമാണ്. അതെ, അതെ. ഞാനിങ്ങനെ എന്റെ വാർഡ്രോബ്, നമുക്ക് ഒരുമിച്ച് വാർഡ്രോബ് സെറ്റ് ചെയ്യാം. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇടാട്ടോ. എന്റെ സ്പോർട്സ് വെയർ ഞാൻ കുറച്ചൊന്ന് റീഓർഗനൈസ് ചെയ്യുന്നുണ്ട്, എന്റെ സ്പോർട്സ് വാർഡ്രോബ്. ഇപ്പൊ ഉള്ളതൊക്കെ കുറെയൊക്കെ ഞാൻ ഇട്ടു. പിന്നെ കുറെ ഇതൊക്കെ ഓവർ സൈസ്. ഒരിടയ്ക്ക് എനിക്ക് ഓവർ സൈസ് ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് ഇനിയിപ്പോ നോക്കുമ്പോൾ അതിശയം തോന്നുന്നു. കാരണം കൊള്ളത്തില്ല ഓവർ സൈസ്ഡ്. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ഫിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് നോക്കാം. ഞാൻ അതിന്റെ ഞാൻ അന്ന് കാണിച്ചത്, ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഡിക്കാത്തലോണിൽ പോയി ഞാൻ നോക്കി. അവിടെ എനിക്ക് ഒന്നും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ജാക്കറ്റ് ഒക്കെ കൊള്ളാം. പക്ഷെ ഇന്ത്യയിൽ ഓൾറെഡി 2-3 ട്രാക്ക് സ്യൂട്ട് ഉണ്ട്. അപ്പൊ ഇനിയും എനിക്ക് ട്രാക്ക് സ്യൂട്ട് അല്ല ആവശ്യം, ഡെയിലി ഇടാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സാധനങ്ങളാണ്. അപ്പൊ അത് ഓപ്ഷൻ ഇല്ലാന്നല്ല, നല്ല കടയായിരുന്നു കേട്ടോ. ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ജസ്റ്റ് എനിക്ക് വിചാരിച്ച ഫിറ്റ് കിട്ടിയില്ലെന്നേ ഉള്ളൂ. നമ്മൾ ഇന്ന് എല്ലാ ദിവസവും സിനിമ എന്നാലും ആ സമയത്തെങ്കിലും എത്തിയല്ലോ.
ആദ്യമായിട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പ് ഒരു തിയേറ്ററിൽ പോയിരുന്ന് സെറ്റിലാവുന്നത്. +2 കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് നാൾ ബ്രേക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് സ്കൂളിൽ പഠിക്കാറുന്നില്ലേ എന്ന് എല്ലാവരും ആഗ്രഹിക്കുമല്ലേ. ഞങ്ങളങ്ങനെ ബ്രേക്ക് കിട്ടിയ ആൾക്കാരായിരുന്നു. ഞങ്ങൾ +2 കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡ് വന്നു, കോളേജ് സ്റ്റാർട്ട് ചെയ്തതുമില്ല. നല്ല അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ച സമയം മുഴുവൻ ബോറടിയായിരുന്നു, കാരണം പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ചെയ്യുന്ന കാര്യമായിരുന്നു ഒരു മൂവി ക്യാരക്ടേഴ്സും ഡിസ്നി പ്രിൻസസ്സും ആയിട്ടൊക്കെ റെഡി ആവുക എന്നുള്ളത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം മുവാനായിട്ട് ഡ്രസ്സ് ചെയ്യാനായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ജാസ്മിനേക്കാൾ എപ്പോഴും ഒരു ഇന്ത്യനൈസ്ഡ് പ്രിൻസസ് ആയിട്ട് തോന്നുന്നത് മുവാനയാണ്. സോ ഐ ലൈക്ക് ഹർ. ഇന്നലെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഇന്നെല്ലാം ചെയ്യാൻ പോകുന്നു. ബാക്കിയുള്ള എല്ലാ കാര്യം ഇന്നലെ ഫുൾ ഓൾറെഡി ലേറ്റായി, കുറച്ച് അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. സോ ആക്ച്വലി കോസ്മോസിൽ ഇന്നും അവർക്ക് സെയിൽ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ അവരിന്ന് വിളിച്ചപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ പോകുന്നുണ്ട്, വെയിറ്റ് പ്ലേറ്റ്സ് നോക്കാനായിട്ട് പോകുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീമും കഴിക്കണം. കഷ്ടപ്പെട്ട് ഡയറ്റ് എടുത്തിട്ട് ഞാൻ എല്ലാ ദിവസവും ഐസ്ക്രീം കഴിക്കും. എന്തിനാണെന്ന് എന്നോട് ചോദിക്കരുത്. എനിക്ക് ഒരിടയ്ക്ക് ഒരു ചോക്ലേറ്റ് കേക്കിനോട്, ഒരു റിച്ച് ചോക്ലേറ്റ് കേക്കിനോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം തോന്നി. അത് ഞാൻ കുറെ കാലം ഇങ്ങനെ ക്രേവ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നീട് അവര് അതിന്റെ റെസിപ്പി എങ്ങനെയോ മാറ്റി, അല്ല എന്തോ ഒരു സാധനം എടുത്തു മാറ്റോ ആഡ് ചെയ്യോ എന്തോ ചെയ്തു. അതിനുശേഷം എനിക്കത് ഇഷ്ടമില്ല, എനിക്കത് കഴിക്കാനേ പറ്റില്ല. അത് കഴിച്ച ആ സ്പോട്ടിൽ മൈഗ്രേഷൻ നമ്മളല്ലേ പറഞ്ഞോട്ടെ. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വന്നപ്പോ ആ ഒരു റെസിപ്പി മാറ്റി ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞാണ് ഞാൻ ഈ സാധനം കണ്ടുപിടിച്ചത്, ചോക്ലേറ്റ് ട്രഫിൾസ് ആണ്. എല്ലാ വീഡിയോയിലും ഞാൻ ഒരു തവണയെങ്കിലും ഇത് കഴിക്കും, കാരണം അതിനൊരു ചോക്ലേറ്റ് എവിടെയോ ഞാൻ എന്റെ ചോക്ലേറ്റ് കേക്ക് അല്ലെങ്കിൽ ചോക്ലേറ്റ് പച്ച കഴിക്കേണ്ട ഒരു ക്രേവിങ്സ് ഉണ്ടല്ലോ, അതിനെ ക്വെൻസ് ചെയ്യുന്ന പോലൊരു തോന്നലാണ്. അതിന് ഇത് ചെയ്യുന്ന പോലത്തെ ഒരു തോന്നലാണ് ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ. അതുകൊണ്ട് എത്ര ഡയറ്റ് എടുത്താൽ ഞാൻ ഈ സാധനം കഴിക്കും. വലിയ ഡയറ്റ് ഒന്നും ഇല്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്രേവിങ്സ് വരാറുണ്ട്. ഇത് എന്റെ ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ അങ്ങനെ കോസ്മോസിൽ കയറി, പക്ഷേ എനിക്കൊന്നും ഫിറ്റ് ഇഷ്ടമായില്ല. അവർ സെയിൽ സ്റ്റോപ്പ് ചെയ്തു, കാരണം എന്തായിരുന്നു ഇന്നലെ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു, അങ്ങനെ എന്തോ പറഞ്ഞല്ലോ. അപ്പോൾ സെയിൽ സ്റ്റോപ്പായി. ഈവൻ ഞാൻ വിചാരിച്ചു സെയിൽ ഇല്ലെങ്കിൽ പോലും നല്ലൊരു വർക്കൗട്ട് ടീഷർട്ട് കിട്ടുകയാണെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇല്ല, കിട്ടിയില്ല. ജിമ്മിന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ടീഷർട്ട്സ് അല്ല നീ ഉദ്ദേശിക്കുന്ന ഫിറ്റ് അവിടെ ഇല്ല. നമുക്ക് അല്ലാതെ ബാക്കി ബാഡ്മിന്റൺ കളിക്കാൻ പോകുമ്പോഴൊക്കെ അതിന് നല്ലതായിരിക്കും. അവിടെ നിന്ന് ഞങ്ങൾ പോയത് സമുദ്ര ബീച്ച് പാർക്കിലോട്ടായിരുന്നു. ഞാൻ പലപ്പോഴായിട്ട് പോകണം എന്ന് വിചാരിച്ചൊരു സ്ഥലമാണ്, കാരണം നോർമലി ഞങ്ങൾ ട്രിവാൻഡ്രത്ത് കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള, കുറച്ച് ഡിഫറെൻറ്റ് വാൾ ആർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പേസ് ആയിരുന്നു ഇത്. ആൻഡ് വിചാരിച്ച പോലെ തന്നെ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു, ബട്ട് ദ പ്ലേസ് വാസ് ബ്യൂട്ടിഫുൾ. കയറി വന്നപ്പോൾ നേരെ കണ്ടത് ഒരു സൺസെറ്റാണ്. കുറേ നാളിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ചൊരു സൺസെറ്റ് കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാൾ ആർട്ടും വളരെ എഫേർട്ട് ഇട്ട് ചെയ്തതാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ആൻഡ് പീപ്പിൾ വെയർ സൂൺ ഹാപ്പി ടു ബി ദെയർ. ആക്ച്വലി കുറേ ആൾക്കാരുണ്ടായിരുന്നു, കുട്ടികളുമായിട്ടും പപ്പീസായിട്ടൊക്കെ നിറയെ ആൾക്കാർ വന്നിരുന്നു. കുറേ ആൾക്കാർ ഷൂട്ടിന് വന്നിരുന്നു. ആൻഡ് കുറേ ആൾക്കാർ വെറുതെ നമുക്ക് അവിടെ പോയി ഇരിക്കാം എന്നുള്ള രീതിയിൽ വളരെ ചില്ല് ചെയ്യാനായിട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ദ പ്ലേസ് ഈസ് വർത്ത് എ വിസിറ്റ്. ഒരു ആൾക്കാരും ഇല്ല, തിരക്കില്ല എന്ന് പറഞ്ഞ് വന്നത്. നല്ല തിരക്കുണ്ട്, ആൾക്കാരെല്ലാം പ്രത്യേകിച്ച് ഷൂട്ടിന് വന്ന ആൾക്കാരാണ് കേട്ടോ മൊത്തം ഉള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അടിപൊളി റിസോർട്ടുണ്ട്. നമുക്ക് ഇവിടെ റിസോർട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ഇവിടുന്ന് എത്ര മിനിറ്റ് 20 മിനിറ്റ് 25 മാക്സിമം. നമ്മൾ വീട്ടിൽ വന്ന് മറ്റേ ഏതാണ്ട് സാധനങ്ങൾ വാങ്ങാൻ വരുന്ന പോലെ വരുന്ന സ്ഥലമാണ്. ഇവിടെ കയറിയിട്ടില്ല കേട്ടോ, ഈ ബീച്ചിൽ ആദ്യമായിട്ടാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ല ബീച്ചാണ്, നല്ല ഇന്റീരിയർ ആണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൾക്കാരുടെ റഷ് ഒരു വിഷയമാണ്. പിന്നെ ആൾക്കാരില്ലാത്ത സ്ഥലം ഇല്ല, അത് വേറൊരു കാര്യം. പിന്നെ കുറച്ചുകൂടെ സേഫ് ആണല്ലോ ആൾക്കാർ കൂടുതലുള്ളപ്പോൾ. നമുക്ക് ഇത്ര ലേറ്റ് ആയി, ബട്ട് സ്റ്റിൽ എനിക്ക് മണി 6 പക്ഷെ എനിക്കൊന്ന് ബീച്ചിൽ പെട്ടെന്ന് ഇരുട്ടിപ്പോയില്ലേ. അപ്പൊ ഇരുട്ടായി വരുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒന്ന് ബീച്ചിൽ ഇറങ്ങണമെന്നുണ്ട്. അപ്പൊ നമുക്ക് ഓടിപ്പോയി ഒന്ന് ബീച്ചിൽ ഇറങ്ങിയിട്ട് തിരിച്ചു വരാം. ഇറങ്ങാൻ പറ്റുമോന്ന് എനിക്കറിയില്ല കേട്ടോ, ഇപ്പോഴും അറിയില്ല ഇറങ്ങാൻ പറ്റുമെന്ന്. ബട്ട് സ്റ്റിൽ നമുക്ക് കൂടി പോയിട്ട് വരാം. വാ, ഞാൻ വിചാരിച്ചു അവിടെ തൊട്ട് താഴോട്ട് ഇറങ്ങിയാൽ മതി, പക്ഷെ അല്ല, നടക്കണം ഗൈസ്, നടക്കണം. ഇത് ഏതോ വഴിയൊക്കെ ഊടുവഴിയൊക്കെ വേണ്ടേ, നടന്നാണ് താഴെ എത്താനുള്ളത്. എന്തായാലും എനിക്ക് അത്ര താല്പര്യമില്ല, ഇത് വഴിയായി പോണേ. എന്തായാലും വെറും കോഫി കിട്ടിയിട്ട് എന്താ കാര്യം, മിനിമം ഒരു കട്ട്ലറ്റെങ്കിലും വേണ്ടേ. അതുകൊണ്ട് തന്നെ ഞാൻ കോഫി കുടിച്ചില്ല.
അവിടെ തൊട്ടടുത്തുള്ള ബീച്ചിൽ ഇറങ്ങുന്നതിന് പകരം ഞങ്ങൾ നടന്ന് കോവളത്തിൻ്റെ മെയിൻ ബീച്ചിലെത്തി. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ അവിടെ നിന്ന് എല്ലാ ആൾക്കാരും ഇവിടെ എത്തി. അതെന്താണെന്നറിയില്ല, ഞങ്ങൾ ആരും അവിടെ തൊട്ടടുത്തുള്ള ബീച്ചിൻ്റെ അവിടെ ചേർന്നൊരു ചെറിയ വഴിയുണ്ടായിരുന്നു. അറിയാതെ ഞങ്ങളെല്ലാവരും അതിൻ്റെ ഓപ്പോസിറ്റ് നടന്ന് കോവളം ബീച്ചിലേക്ക് എത്തിയ മെയിൻ കോവളം ബീച്ചിലേക്ക്. ഇവിടെ നോർമലി ഭയങ്കര തിരക്കാണ്, പക്ഷെ ഇന്ന് തിരക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമാധാനമായിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി ഞാൻ കുറച്ച് ചില്ല് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പതിയെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴാണ് പുതിയൊരാളെ പരിചയപ്പെട്ടത്. കുഞ്ഞു പാമ്പായിരുന്നെങ്കിലും പെട്ടെന്ന് ഞാനൊന്ന് കണ്ടപ്പോൾ പേടിച്ചു. പക്ഷെ അതിലും പേടി ഇനി പുള്ളിയെങ്ങാനും അതിനെ കുഞ്ഞു പൂച്ചക്കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കും പോലെ കൊഞ്ചിക്കൂ എന്നുള്ളതായിരുന്നു. ഏതെങ്കിലും ഒരു നല്ല കുഞ്ഞു സ്ഥലത്ത് പോയിരുന്ന് കഴിക്കണം എന്ന് എനിക്ക് ലൈറ്റൊക്കെ ഉള്ള ഒരു നൈറ്റ് ലൈഫ് അല്ലേ. പക്ഷെ ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഡിഫറെന്റ്, നമ്മൾ ട്രിവാൻഡ്രത്ത് കാണുന്നത് എന്തായാലും നല്ല ഡിഫറെന്റ് സ്ഥലമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതേ വൈബ് ഉള്ളത് പിന്നെ മ്യൂസിയത്ത് മാത്രമാണ്. പക്ഷെ മ്യൂസിയത്ത് ഭയങ്കര ക്രൗഡഡ് ആയിപ്പോയി. ഇത് അത്ര ക്രൗഡഡ് ഒന്നുമല്ല. എന്താ കുറച്ചുകൂടെ ബെറ്റർ ആണ്, കുറച്ചുകൂടെ രാത്രി. ഞാൻ പറഞ്ഞ പകല് കുറെ ഇതുണ്ടായിരുന്നെങ്കിൽ പോലും പകല് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ബഹളവും ഷൂട്ടിന്റെ ഒക്കെ. പിന്നെ ആൾക്കാർക്ക് ഷൂട്ട് ചെയ്യാൻ ഈ ഒരു സ്ഥലമേ ഉള്ളൂ, മനസ്സിലായോ. സാരിയൊക്കെ എടുത്ത് കുറെ ചേച്ചിമാര് വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയം വളരെ കാമാണ്. അപ്പൊ നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ പോവാം. എന്തായാലും ലേറ്റായി. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ലൈറ്റ് ഉള്ള സ്ഥലത്ത് പോകണം. എനിക്ക് എവിടെയാണെന്ന് അറിയില്ല. എനിക്ക് ആ ലൈറ്റ് അല്ല, ഈ പുറത്ത് ലൈറ്റ് ഒക്കെ ഇട്ടേക്കത്തില്ലേ, ഇങ്ങോട്ട് നീങ്ങുന്ന ആൾക്കാർ പുറത്ത് ലൈറ്റ് ഒക്കെ ഇട്ടേക്കത്തില്ലേ, ഇങ്ങനെ ഔട്ട്ഡോർസി വൈബുള്ള ഒരു സ്ഥലത്ത് പോകണം. എനിക്ക് പറ്റുമെന്ന് അറിയില്ല കേട്ടോ. മിക്കവാറും ഇൻഡോർസി വൈബായിരിക്കും കിട്ടുക. ഇവിടെ ചിലപ്പോ ഇതിന്റെ സൈഡില് നമ്മുടെ കോവളം ആ റൂട്ടില് അവിടെ എവിടെയെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ആ വഴിക്കൊന്ന് പോയി നോക്കാം. ബാ. കോവളം KTDCയിലാണ് കഴിക്കാൻ കയറിയത്. പക്ഷേ വൈബ് നോക്കിപ്പോയി ഒരു ചെറിയ അബദ്ധത്തിലാണ് ചെന്ന് പെട്ടത്. ഫുഡിന്റെ കാര്യം പറയാനാണെങ്കിൽ വൈബ് പിടിച്ച് എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ച് പോയതാണ്. ഈ 8ന്റെ കണ്ണിന് എന്തിന് ഞങ്ങള് അവസാനമായിട്ട് ഞങ്ങൾക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്നത്. എനിക്ക് നമുക്ക് ന്യൂ ഇയർ കഴിഞ്ഞ വർഷം എന്നുവെച്ചാൽ ഈ ന്യൂ ഇയറിനായിരുന്നു. അന്ന് ന്യൂ ഇയറിന് ഞങ്ങൾ എടുത്ത റെസൊല്യൂഷൻ ആണ് ഇനി ഫുഡ് ഇൻഫെക്ഷൻ വരുത്തരുത്. ഒരു വർഷം ഡിസംബർ ഞങ്ങള് ഓരോ സ്ഥലത്തും നമ്മള് മോശമായിട്ടുള്ള ഫുഡ് കഴിക്കില്ല, നമ്മള് പോയി പരിചയമുള്ള സ്ഥലത്ത് മാത്രമേ ഫുഡ് കഴിക്കൂ. അങ്ങനെയൊക്കെ നോക്കി ഒരു വർഷം ഞങ്ങൾക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ടില്ല. നിയർലി ഒരു വർഷം. അവസാനം ഡിസംബർ ആയപ്പോ ഇത് നമുക്ക് പണി തരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും ഇൻഫെക്ഷൻ തന്നില്ലെങ്കിൽ പോലും ഫുഡ് ഭയങ്കര മോശമായിരുന്നു. 3 ദിവസം മുമ്പ് എടുത്ത് ടൊമാറ്റോ ബീഫ് ഓർഡർ ചെയ്യാനാണ് പോയത്. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും സ്പെഷ്യൽ. കാരണം ചിക്കൻ നമുക്ക് എപ്പോഴും ചിക്കൻ കുറച്ച് പഴയതായാൽ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തിടുകയാണെങ്കിൽ അറിയില്ല പെട്ടെന്ന്. അതാണ് പറ്റിയത്. അവർ നല്ല ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് പഴയ ഫ്രൈ അതെടുത്ത് എനിക്ക് ടൊമാറ്റോ കറി കിട്ടും. അത് ആൾക്കാർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. മാത്രമല്ല അവർ നല്ല ചൂടാക്കി കൊണ്ടുവന്നു. ഈ ചൂടിൽ നമുക്ക് അറിയാനും പറ്റില്ല. കഴിച്ചൊരു 2-3 വാ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ സാധനം ഹിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് ആദ്യം ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ കേറി പോയി ഇറങ്ങുന്നത് മോശമല്ലേ, അങ്ങനെ വിചാരിച്ചിട്ടാണ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കാറുണ്ട് ഒരുമിച്ച്. ഇപ്പൊ രാവിലെ ജിമ്മിൽ പോവും, അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പഠിക്കാൻ പോകുന്നത് ഒരുമിച്ചാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ നോക്കുക എന്നുള്ളത് ഒരു സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിൽഡ്സ് എ റിലേഷൻഷിപ്പ് അല്ലേ, സമയവും കമ്മ്യൂണിക്കേഷനും നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന സമയവും. നാളെ കല്യാണം കഴിഞ്ഞിട്ട് ആലോചിക്കുന്ന കഴിഞ്ഞ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആവാനായിട്ട്. സോ വാട്ട് ആക്ച്വലി എ ഗ്രേറ്റ് ഡേ നമ്മുടെ ഫുഡ് വെച്ച് നോക്കിയാൽ. ഇന്നത്തെ ദിവസം ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാല്ലേ.